എറണാകുളം ചമ്പക്കര കനാലിൽ അജ്ഞാത മൃതദേഹം. തൈക്കുടം പാലത്തിന് സമീപത്ത് രാവിലെയാണ് പുരുഷ മൃതദേഹം ഒടുങ്ങുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. 30-40 മധ്യേ പ്രായമുള്ള യുവാവിൻ്റെതാണ് മൃതദേഹം. മരിച്ചയാളെ തിരിച്ചറിഞ്ഞിട്ടില്ല. മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റി. മരട് പോലീസ് സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി ഡാനി പോൾ ചേരുന്നു കൊച്ചിയിൽ നിന്ന്. ഡാനി, ഈ മരിച്ചയാളെ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? എന്തെങ്കിലും അസ്വാഭാവികതയുണ്ടോ മരണത്തിന്? ടോമി, വിഷയത്തിൽ പോലീസ് അന്വേഷണം തുടരുകയാണ്. ഇന്ന് രാവിലെയാണ് ചമ്പക്കര ഭാഗത്ത്, ചമ്പക്കര വലിയ കനാലിനോട് ചേർന്നുള്ള ഭാഗത്ത് മൃതദേഹം ഒഴുകി നടക്കുന്ന രീതിയിൽ കണ്ടെത്തിയത്, ആ നിലയിൽ കണ്ടെത്തിയത്. തുടർന്ന് നാട്ടുകാർ പോലീസിനെ അറിയിക്കുകയായിരുന്നു. മരട് പോലീസ് സ്ഥലത്തെത്തിയാണ് പിന്നീട് മൃതദേഹം കെട്ടിവലിച്ച് കരയ്ക്കലേക്ക് അടുപ്പിച്ചു. ഒരു പുരുഷൻ്റേതാണ് മൃതദേഹമെന്ന് ആദ്യഘട്ടത്തിൽ തന്നെ തിരിച്ചറിഞ്ഞു. പിന്നീട് ഇതിന് ശേഷം കരയ്ക്കടുപ്പിച്ചതിന് ശേഷമാണ് പോലീസ് അത് വിശദമായൊരു പരിശോധന നടക്കുന്നു. 30 വയസ്സിനും 40 വയസ്സിനും ഇടയിൽ പ്രായമുള്ള ഒരാളുടേതാണ് മൃതദേഹമെന്നാണ് പോലീസ് പറയുന്നത്. കൂടുതൽ വിവരങ്ങൾ, അതാണ് മരണകാരണം എന്നതടക്കം, ഇത് അസ്വാഭാവികതയുണ്ടോ, മറ്റേതെങ്കിലും രീതിയിൽ മുറിവുകളോ കാര്യങ്ങളോ ഉണ്ടോ എന്നതെല്ലാം തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും കൂടി പരിഗണിക്കേണ്ടതുണ്ട്. പ്രാഥമികമായി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിച്ച ശേഷം പോസ്റ്റ്മോർട്ടത്തിനായി മൃതദേഹം മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. സമീപ പ്രദേശങ്ങൾ, അതായത് മരടിനും ചുറ്റുപാടുമുള്ള സമീപ പ്രദേശങ്ങളിലെ പോലീസ് സ്റ്റേഷനിൽ വന്നിട്ടുള്ള മാൻ മിസ്സിംഗ് സംബന്ധമായ പരാതികൾ അത് കൂടുതലായും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഏതെങ്കിലും രീതി കേസുകൾ മാച്ച് ആവുന്നുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്. ആ രീതിയിൽ ഏതെങ്കിലും പരാതികൾ ഉയർന്നു വന്നിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുകയാണ്. ഇതുവരെയും സൂചിപ്പിച്ചതുപോലെ ഈ സമീപ പ്രദേശങ്ങളിൽ, മരട് പോലീസ് സ്റ്റേഷൻ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ, അതിൻ്റെ പരിധികളിൽ ആരെങ്കിലും കാണാതായിട്ടുണ്ട്, സമീപ ദിവസങ്ങളിൽ കാണാതായിട്ടുണ്ടോ എന്ന കാര്യം ഉൾപ്പെടെ പരിശോധിക്കണം. അതോടൊപ്പം മറ്റേതെങ്കിലും ദുരൂഹത പോലീസ് സംശയിക്കുന്നുണ്ടോ ഈ മരണത്തിൽ? പോലീസ് അതിൻ്റെ എല്ലാ സാധ്യതയും പരിശോധിക്കുകയാണ്. ഇതിൽ ആത്മഹത്യയാണോ, അതിനപ്പുറത്തേക്ക് മറ്റ് കാരണങ്ങളുണ്ട്, ഇതെല്ലാം പോലീസ് പരിശോധിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ മാൻ മിസ്സിംഗ് കേസുകൾ സ്വാഭാവികമായും പലതും ആത്മഹത്യയിലേക്ക് ചെന്നെത്തുന്ന രീതികളെല്ലാം തന്നെയുണ്ട്. അതിനപ്പുറത്തേക്ക് മറ്റ് സാഹചര്യങ്ങൾ ഏതെങ്കിലും രീതിയിൽ ഉണ്ടായിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്. അതുകൊണ്ട് വിവിധ സ്റ്റേഷനുകളിൽ നിലനിൽക്കുന്ന ഏതെങ്കിലും രീതിയിലുള്ള ഈ ക്രൈം സംബന്ധമായ കാര്യങ്ങൾ, ആ രീതിയിലുള്ള അടിപിടി കേസുകളുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള കാര്യങ്ങൾ, ഇതെല്ലാം തന്നെ പോലീസ് അതിൻ്റെ സാധ്യതകൾ കൂടി പരിശോധിക്കുകയാണ്. അത് സമീപ ജില്ലകൾ തന്നെ, സമീപ പോലീസ് സ്റ്റേഷനുകളുടെ പരിധിയിൽ മാത്രമല്ല, ജില്ലയിൽ അത്തരം രീതിയിൽ ഏതെങ്കിലും തന്നെ അസ്വാഭാവികത നിറഞ്ഞ ഏതെങ്കിലും സംഘടനകളോ കാര്യങ്ങളോ, ഈ ഗുണ്ട ആക്രമണങ്ങൾ നടന്നിട്ടുള്ള കാര്യങ്ങൾ, ഇതെല്ലാം തന്നെ പോലീസ് പരിശോധിക്കുന്നു. മുഴുവൻ സാധ്യതയും പരിശോധിച്ച് ഒരു അന്വേഷണത്തിലേക്ക് പോകുന്നു എന്ന് തന്നെയാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. മാത്രവുമല്ല, ഇത് ചമ്പക്കര കനാൽ എന്ന് പറയുന്നത് കുറച്ചുകൂടി ചെല്ലുമ്പോൾ ദേശീയ ജലപാതയുമായിട്ടെല്ലാം തന്നെ കണക്ട് ചെയ്തു പോകുന്നൊരു മേഖലകളെല്ലാം തന്നെയുണ്ട്. വലിയ ആഴത്തിലുള്ള ഇടങ്ങളെല്ലാം ഉണ്ട്. ബാർജുകളടക്കം കടന്നു പോകുന്ന മേഖലകളാണ്. അപ്പോൾ ആഴമുള്ള ഒരു മേഖലയാണ്. അതുകൊണ്ട് ഒഴുക്കിൽപ്പെട്ട് വരാനുള്ളൊരു സാധ്യത അതുകൂടി കണക്കിലെടുക്കുകയാണ്. ടോം, യെസ്, വ്യക്തമാണ്. ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്നും. എന്തായാലും ഈ ചമ്പക്കര കായലിലാണ് ഈ രീതിയിൽ ഒരു അജ്ഞാത മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. യുവാവിൻ്റെതാണ്. 30-40 ഇടയിൽ പ്രായമുള്ള ആളാണ്. മരിച്ചയാളെ കൃത്യമായും തിരിച്ചറിഞ്ഞിട്ടില്ല. വിശദമായി പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. മാൻ മിസ്സിംഗ് കേസുകൾ പരിശോധിക്കുന്നുണ്ട്. മറ്റെന്തെങ്കിലും ദുരൂഹതയുണ്ടോ എന്നാണ് പ്രധാനമായും അന്വേഷിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.